ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ തുടർച്ചയായ 4ാം ദിവസവും തെരച്ചിൽ. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 8ാം പോയിന്റിലാണ് JCB ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8ാം പോയിന്റിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. 6ാം പോയിന്റിൽ നിന്ന് തലയോട്ടിയടക്കം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബൈജു, ഏറ്റവും നിർണായകമായ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ 8ാം പോയിന്റിൽ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും അശ്വതി, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ 8ാം പോയിന്റിലേക്ക് ഇപ്പോൾ പരിശോധന എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് 7ാം പോയിന്റിൽ നിന്നുള്ള മുഴുവൻ പരിശോധനയും പൂർത്തിയാക്കി 8ാം പോയിന്റിലേക്ക് സംഘമെത്തിയത്. നമുക്കറിയില്ല 7ാം പോയിന്റിൽ നിന്നും എന്തൊക്കെ തെളിവുകൾ ലഭിച്ചു, എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, ഈ കാര്യമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോകാം അശ്വതി. ആ 8ാം പോയിന്റിലെ ദൃശ്യങ്ങളിലേക്ക്. അതായത് ഇവിടെ ഒന്നിലധികം ആളുകളെ കുഴിച്ചുമൂടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതായത് ഇവിടെ പച്ച ഷീറ്റിട്ട് മറച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. പ്രധാനമായും ഈ തെളിവുകളൊന്നും, ഇവിടെ നിന്നും ലഭിക്കുന്ന വസ്തുക്കളൊന്നും പുറത്ത് ഏതെങ്കിലും തരത്തിൽ വിവരം അറിയിക്കാത്ത രീതിയിലാണ് പരിശോധന നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കൃത്യമായ ദൃശ്യത്തിൽ കാണാം, പച്ച ഷീറ്റിട്ട ഭാഗമാണ് ഇപ്പോൾ 8ാം പോയിന്റ്. അവിടെ നമ്മൾ രാവിലെയൊക്കെ അത് കൃത്യമായി അതിന്റെ അടയാളങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഭാഗത്തേക്ക്, അതിനടുത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പാലത്തിന് സമീപം മാത്രമാണ് ഇപ്പോൾ നിൽക്കാൻ അനുവദിക്കുന്നത്. കൃത്യമായി മറച്ച് അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും എന്ത് തെളിവുകളാണ് ലഭിക്കുന്നത്, അത് ഏറ്റവും പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. ഇതിന് ഒരു 500 മീറ്റർ തൊട്ട് മാറിയാണ് ഇത്തരത്തിൽ 6ാം പോയിന്റ്. അവിടെ നിന്നാണ് അസ്ഥികൂടങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഇത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ വാഹനങ്ങളിൽ എത്തിച്ചും, നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ ഈ റോഡ് കാണാം. ഈ റോഡാണ്. ഈ റോഡിലൂടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ ഇവരുടെ ശുചീകരണ തൊഴിലാളിനെ ഏൽപ്പിക്കുകയും പിന്നീട് അത് താഴെ കാണുന്ന ആ ഭാഗത്ത്, ഇപ്പോൾ 8 എന്ന് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഇത്തരത്തിൽ കുഴിച്ചുമൂടി. അതാണ് ഈ മൊഴി. പ്രധാനപ്പെട്ട ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒന്നിലധികം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും 2015 വരെയുള്ള 14 വരെയുള്ള കാലഘട്ടങ്ങളിൽ 95 മുതൽ ഇത്രയും വർഷം ഒരുപാട് മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നേത്രാവതി പുഴയുടെ തീരത്ത് വന മേഖലയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത്, ഇതിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്ത്, അവിടെ നിന്നാണ് ഇന്നലെ വളരെ നിർണായകമായ ആ തെളിവുകൾ ലഭിച്ചത്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിർമ്മിതിയൊക്കെ നടന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് പരിശോധന വലിയ തടസ്സമായി. അതുമാത്രമല്ല, നേത്രാവതി പുഴയിൽ നമുക്ക് ഈ ജലനിരപ്പ് കൂടി വർദ്ധിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ കുഴിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യം എന്നാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പരിശോധന വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതീവ രഹസ്യമായി, ഏതെങ്കിലും കാരണവശാൽ ഈ വിവരങ്ങൾ പുറത്തുവിടാത്ത രീതിയിൽ ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു JCB ഉപയോഗിച്ച് കൃത്യമായി മണ്ണും പുറത്തേക്കെടുത്ത് ഒരു പരിശോധന. അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് പരിശോധന ആരംഭിച്ചത്. അതായത് ഇന്നലെ ഒറ്റ പോയിന്റിൽ മാത്രമായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ആറിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചതുകൊണ്ടാണ് അവിടെ കൂടുതൽ വിശദമായ പരിശോധന നടത്തുകയും പിന്നീട് വൈകിട്ടോടുകൂടി 7ൽ പരിശോധന നടത്തുകയും പിന്നീട് നിർത്തിവെക്കുന്ന സാഹചര്യമാണുണ്ടായത്. ഇന്ന് രാവിലെ 11:00 7ൽ കൃത്യമായ പരിശോധന നടത്തി അവിടെ പരിശോധന പൂർത്തിയായി. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനം അവിടെ എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു എന്നാണ്. ആ കാര്യങ്ങളിലൊന്നും SIT ഒരു വിവരവും പുറത്തുവിടുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. അത് DGP തന്നെ ഇവിടെ എത്തി ഒരു വിവരവും പുറത്തുവിടരുത്. കാരണം ഇതിന്റെ അന്വേഷണത്തെ അത് ബാധിക്കും. ഒരുപക്ഷെ അട്ടിമറി പോലും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിശോധന മുഴുവൻ പൂർത്തിയായതിനു ശേഷം കൃത്യമായി ഇതിലെ കേസിലെ പ്രതികളിലേക്ക് എത്തുക, ഇതാരാണ് ഇയാളെ ഈ ഒരു കൃത്യത്തിന് പ്രേരിപ്പിച്ചത്, ഇതിന്റെ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണ്, അവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും
സാക്ഷിയുടെ മൊഴി അത് ഫലപ്പെടുത്തുന്നതാണ് ഇന്നലെ കണ്ട കാഴ്ച. 6-ൽ നിന്നും ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ നിർണായകമായ പരിശോധന നടക്കുന്നത് 8-ലാണ്. വലിയ ഒരുക്കങ്ങളാണ് 8-ൽ പരിശോധന നടത്താനുണ്ടായിരുന്നത്. 8-ൽ ഒരു 500 മീറ്റർ മാറി 9-ഉം അതുപോലെ തന്നെ 10-ഉം 11-ഉം ഇത്രയും സ്പോട്ടുകൾ കൂടിയുണ്ട്. 13 സ്പോട്ടുകളിലും പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇനി കൂടുതൽ മേഖലകളിലേക്ക്, അത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റ് ഉണ്ട്, അത്തരം കേന്ദ്രങ്ങളിലേക്ക് പരിശോധന നടത്തൂ. അതിന് കോടതിയുടെ അനുമതി വേണം. കോടതിയുടെ ഉത്തരവിന് കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ അത് ഈ 13 പോയിന്റുകളിലും പരിശോധന പൂർത്തിയാകുമ്പോഴേക്കും അത്തരം ഉത്തരവുകൾ ഒരുപക്ഷെ അതിനുള്ള അനുമതി ലഭിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ നിർണായകമായ പരിശോധന ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ നിർണായകമായ പരിശോധന എന്ന് പറയേണ്ടി വരും. ഇവിടെ നിന്നും എന്ത് വസ്തുക്കൾ ലഭിക്കുന്നു, എത്ര മൃതദേഹ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു, അത് കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ട്. SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കൂ. അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിക്കേണ്ടിയിരിക്കുന്നു. സംഘം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്. കാരണം ആദ്യത്തെ 2 ദിവസം മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. ATM കാർഡ് പോലെയുള്ള അല്ലെങ്കിൽ തുണിയുടെ അവശിഷ്ടങ്ങൾ പോലെയുള്ള, വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇന്നലെ 3-ാം ദിവസത്തിലേക്ക് എത്തിയപ്പോഴാണ് മൃതദേഹ ഭാഗം, ആദ്യം അസ്ഥികൂടത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തി, പിന്നെയും കുഴിച്ചപ്പോൾ 2 അടി കുഴിച്ചപ്പോൾ അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തുന്നു, പിന്നെയും കുഴിച്ചപ്പോഴാണ് തലയോട്ടി കണ്ടെത്തിയത്. ഈ തലയോട്ടിയും അസ്ഥികൂടവും ഒരാളുടെ തന്നെയാണോ എന്നതടക്കമുള്ള വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന തന്നെ വളരെ വിശദമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളതിന് തെളിവാണ് ഇന്നലെ അത്രയും നേരം, അത്രയും സമയം ഒരേ സ്ഥലത്ത് നടത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ അതിലും കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഈ 8-ാമത്തെ പോയിന്റിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്, അല്ലേ ബൈജു? അതെ ശ്രുതി, പ്രധാനമായും ഈ സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന പ്രദേശത്ത് കൃത്യമായി പരിശോധന നടത്തുക. അത് പരിശോധന നടത്തിയതിനു ശേഷം ഇനി സാക്ഷി തൃപ്തിയല്ല, ഇനി കുറച്ചുകൂടി കുഴിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വീണ്ടും കുഴിച്ച് പരിശോധിക്കുക. ആ ഒരു രീതിയിലാണ് SITയുടെ ഈ മണ്ണ് വെച്ചിട്ടുള്ള പരിശോധന നടക്കുന്നത്. പ്രധാനമായും പൂർണ്ണമായും സാക്ഷിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന. അതിൽ ഈ 8-ലേക്ക് വന്നാൽ 8-ൽ ഏറ്റവും പ്രധാനം, അതായത് ശുചീകരണ തൊഴിലാളി ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് 23 വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കേസ് അനന്യ ഭട്ടിന്റെ തിരോധാനം. MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് എവിടെ? ആ ഒരു ചോദ്യം ന്യൂസ് 18 ആദ്യം പുറത്തുവിടുന്നത്. അത്തരമൊരു കാര്യം. ആ കേസിൽ അതിനുശേഷം അമ്മയുടെ പരാതി ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതായത് അമ്മ സുജാത ഭട്ടിന്റെ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് കേസ് ചെയ്യുന്നു. നിലവിൽ അനന്യ ഭട്ടിന്റെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ 8 എന്ന് പറയുന്ന ആ പോയിന്റിൽ ഇത്തരത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. ഒരുപക്ഷെ അശ്വതി, ഈ ഭീമ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സാക്ഷിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം ഇവിടെ വരുമ്പോൾ ഒരു മാധ്യമങ്ങളും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല, ഒരു മാധ്യമ പ്രവർത്തകരും ഇവിടെ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ ഭീമ എന്ന് നമ്മൾ വിളിക്കുന്ന ഇദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു. 1 മണിക്കൂറിലധികം സംസാരിച്ചിരുന്നു. അയാളുടെ വാക്കുകളിൽ കൃത്യമായിരുന്നു ഓരോ കാര്യങ്ങളും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉള്ളത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലാണ്. ആ എസ്റ്റേറ്റുകളിലൊക്കെ പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പരിശോധിക്കുന്ന സ്ഥലങ്ങൾ അത് വളരെ പ്രതികൂലമായുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നേത്രാവതി പുഴയുടെ കരയിലൊക്കെ പരിശോധന നടത്തുമ്പോൾ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. 2 അടി കുഴിച്ചപ്പോൾ തന്നെ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ തോതിലുള്ള ഒരു പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അയാളുടെ വാക്കുകൾ കൃത്യമായിരുന്നു. ഓരോ സംസാരത്തിലും ഓരോ ആളുകളുടെ മുഖവും വർഷങ്ങൾ ഇപ്പോൾ ഇത്ര കഴിഞ്ഞിട്ടും അയാളുടെ മുന്നിലുണ്ട്. സെറ്റ് സാരി ഉടുത്ത പെൺകുട്ടികൾ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് വെളിപ്പെടുത്തിയതാണ്. അത് മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത ഒരുപാട് കുട്ടികൾ ഇവിടെ ഇത്തരത്തിൽ ഇയാൾക്ക് ചില സമയങ്ങളിൽ മനസ്സ് തരിപ്പ് വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മുഖത്ത് ആസിഡ് ഒക്കെ തേവി ന്യൂസ്
പേപ്പറിൽ പൊതിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടക്കം ചെയ്തത് ഈ മേഖലകളിലാണ്. അതിലേറ്റവും പ്രധാനം ഈ അനന്യ ഭട്ടിന്റെ കേസാണ്. അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ ഈ ഒരു പരിസരത്ത്, അതായത് 8ലോ 9ലോ 10ലോ ഈ ഭാഗങ്ങളിൽ കുഴിച്ചിട്ടതായി ഈ സാക്ഷി ഒരു മൊഴി നൽകിയിട്ടുണ്ട്. SITക്ക് നൽകിയ മൊഴികളെല്ലാം വളരെ നിർണായകമാണ്. ഇതാരാണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഈ സാക്ഷി കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകളെല്ലാം സ്വരൂപിച്ചതിന് ശേഷം ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതികളിലേക്കുള്ള അന്വേഷണമായിരിക്കും എന്തായാലും ഉണ്ടാവുക. അതിന് പ്രത്യേക സംഘത്തെ, കൂടുതൽ സംഘത്തെ നിയോഗിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് SIT കടക്കുമോ, അതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കൂടുതൽ തെളിവുകൾ ആദ്യം ഉണ്ടാക്കുക, അതിനുശേഷം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളിലേക്ക് കടക്കുക. അത് തന്നെയാണ് SIT കൃത്യമായി ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ DGP നേരിട്ടെത്തി ഓരോ കാര്യങ്ങളും, ഓരോ വിവരങ്ങളും കൃത്യമായി ഇതിൽ വിലയിരുത്തുന്നുണ്ട്. കാരണം DGPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതും. എന്നാൽ നമുക്ക് ഒന്നുകൂടി ഈ ദൃശ്യത്തിലേക്ക് പോയാൽ, അശ്വതി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോകാൻ പറ്റും. എന്തായാലും ഇവിടെ 8ലെ പരിശോധന അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമാണ്. ഒരുപാട് ദൃശ്യമാധ്യമങ്ങളാണ് ഇപ്പോൾ ഇന്ന് ധർമ്മസ്ഥലയിലുള്ളത്. നമുക്കറിയാം, നമ്മൾ ഇവിടെ ആദ്യം എത്തുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകർക്ക് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരുപാട് മാധ്യമപ്രവർത്തകർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ പരിശോധന നടത്തുന്ന ഈ സ്ഥലത്ത് കൃത്യമായി അത് കവർ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് കാണാൻ കഴിയാത്ത രീതിയിലാണ് ആ പരിശോധന നടക്കുന്നത്. കൃത്യമായി JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. കഴിഞ്ഞ സമയങ്ങളിലൊന്നും ഈ വനത്തിനകത്ത് JCB കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ഇന്ന് പരിശോധന പൂർത്തിയായി എന്ന് വേണം പറയാൻ. കാരണം 7ലെ പരിശോധനയാണ് 12 മണിയോടുകൂടി 11ഓടുകൂടി ആരംഭിച്ചത്. അത് പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ അത്തരം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് SIT ഔദ്യോഗികമായി നൽകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ 8ൽ ആണ് പരിശോധന നടക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് നീണ്ടു നിന്നേക്കാം ഈ പരിശോധന. ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ